വെൽക്കം ടു അരുവീസ് കെലിനറി. ഇന്ന് നമുക്കൊരു മട്ടൻ ബിരിയാണി തയ്യാറാക്കിയാലോ? വളരെ സിമ്പിളായും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന മലബാർ സ്റ്റൈൽ മട്ടൻ ബിരിയാണി. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 2 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. ഇതേ എണ്ണയിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ഇട്ട് വറുത്തുകോരിയെടുക്കണം. അവസാനം ദമ്മ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മട്ടൻ വേവിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം മട്ടനാണ്. അതിനായി ഒരു കുക്കറിലേക്ക് മട്ടൻ ഇട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു 6-7 വിസിൽ വരുന്നവരേക്കും വേവിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്തു കോരാൻ ഉപയോഗിച്ച എണ്ണയിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് ഇടയ്ക്ക് മൂടി തുറന്ന് ഉള്ളി നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ വേവിച്ചെടുക്കാം. ഉള്ളി നന്നായി വാടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 തക്കാളി കൂടെ ആഡ് ചെയ്യാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് കൂടെ ഇട്ട് തക്കാളിയും പച്ചമുളകും നന്നായി വേകുന്നത് വരെ ഇളക്കി കൊടുക്കുക. തക്കാളിയും പച്ചമുളകും നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. 2 ടീസ്പൂൺ തൈര് കൂടെ ആഡ് ചെയ്ത് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 കഷ്ണം പട്ട, 1 ബിരിയാണി ഇല, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ ബിരിയാണി മസാല എല്ലാം കൂടെ ഇട്ട് നന്നായി ഇളക്കി പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും 1 പിടി മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കണം. മസാലയുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ആഡ് ചെയ്യാം. മട്ടൻ ഇട്ട് നന്നായി ഇളക്കി മൂടി വെച്ച് മട്ടനിലുള്ള വെള്ളമൊക്കെ വറ്റുന്നത് വരേക്കും നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനു വേണ്ട റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കുക്കറിൽ നമുക്ക് 2 വിസിൽ വരുന്നവരേക്കും അരി വേവിച്ചെടുക്കണം. ഇതിൻ്റെ മുഴുവൻ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. മട്ടൻ കറി ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നതുകൂടെ നോക്കേണ്ടതാണ്. ഇനി നമുക്ക് മട്ടനും റൈസും ലെയർ ചെയ്തെടുക്കണം. ഇതിനായി ഒരു പാത്രത്തിൽ മട്ടൻ ഇട്ട് അതിന് മേലെ നമുക്ക് റൈസ് കൂടെ ഇട്ട് ലെയർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ലെയറേ ഇട്ടിട്ടുള്ളൂ. കൂടുതൽ റൈസും ഗ്രേവിയും ഉണ്ടെങ്കിൽ നമുക്ക് 2-3 ലെയർ കൂടെ ഇടാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് മുകളിലായി ചെറുതായി അരിഞ്ഞ മല്ലിയിലയും നേരത്തെ വറുത്തു കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയും ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടിടുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. 2 ടീസ്പൂൺ നെയ്യ് കൂടെ മുകളിൽ തൂക്കിയിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മട്ടൻ ബിരിയാണി റെഡിയാണ്. ചൂട് തണിഞ്ഞ ശേഷം റൈത്തയുടെ കൂടെയും അച്ചാറിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക്